ഇറങ്ങുവാ. നീ ഫോൺ വെച്ചോ, നിന്നെ ഞാൻ കണ്ടു. കണ്ടോ ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. എന്നാലും മോളെ നിനക്ക് ഇങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? നിന്റെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. കേറിപ്പോടിയകത്ത്. കഷ്ടം തന്നെ. അതൊക്കെ എൻ്റെ മോള്. വീട് വിട്ടാ കോളേജ്, കോളേജ് വിട്ടാ വീട്. ഇതുപോലത്തെ ചുറ്റിക്കളിക്കൊന്നും അവള് നിൽക്കില്ല. ഇതെന്റെ എനർജി കിട്ടി. ഇവിടെ ഡ്രസ്സ് മാറിയിട്ട് വീണ്ടും ഇറങ്ങിയ എനിക്ക് ശരിയാക്കി തരാടി. അവളെപ്പ വരും? ആരാടാ നീ? ആരാടി ഞാൻ? ഇതാരും പിന്നില്ലാതിനാ. മാമന്റെ മോള് കുളത്തിൽ വീണു വീണിട്ടുടനെ താണു താനിട്ടുടനെ പൊങ്ങി താണും പൊങ്ങിയും അങ്ങനെ അനവധി കേളികളാടി അമ്മാവൻ അക്കരയെല്ലാം കണ്ടം കൊണ്ട് കുളങ്ങര നിന്നു കുഞ്ഞുണ്ണി താനേ താനേ തന്നാനേ തന താനേ താനേ തന്നാനേ താനേ താനേ തന്നാനേ തന താനേ താനേ തന്നാനേ അക്കരയുള്ളൊരു ചക്കര വഞ്ചി നീ കടവിലെടുത്തു ഓളം തെല്ലി അടത്തു ഓളം തെല്ലിയ കളയോടങ്ങളിൽ ഓരോ കളികളിൽ. ഇവിടെ US പോണേ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. അവരെ അറിഞ്ഞല്ലേ നമ്മളൊന്നിച്ചു. നമ്മളാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന്മാരൊന്ന് കോണ്ടാക്ട് പോലും ചെയ്തിട്ടില്ല. ഇവിടെ സ്വന്തം വീട്ടുകാരെ കണ്ടിട്ട് വർഷങ്ങളായി. പിന്നെ കൂട്ടുകാർ എങ്കിൽ അവരെയും വിളിക്കാം. നീ സീരിയസ് ആയിട്ടാണോ പറയണേ? പിന്നല്ലാതെ. എടി നമ്മൾ എന്തായാലും അടുത്ത മാസം നാട്ടിൽ നിന്ന് പോകും. അപ്പൊ പിന്നെ പഴയതൊക്കെ പറഞ്ഞു നിർത്തും. നല്ല ഹാപ്പി ആയിട്ട് പോകൂടി. സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ കൂട്ടുകാരും വീട്ടുകാരും ഒരുമിച്ച് വിളിച്ചാൽ ശരിയാവില്ല. അപ്പൊ നടന്നേക്കാൻ മറന്നാ? അപ്പൊ അത് വേണ്ട. അല്ലെങ്കിലേ നമുക്ക് രണ്ടുപേർക്ക് വേണ്ടി 2 പാർട്ടി നടത്തിയാലോ? 2 പാർട്ടിയാ? അതെ. നമുക്കത് നമ്മുടെ വീട്ടുകാരെ വിളിച്ചൊരു പാർട്ടി കൊടുക്കാം. എൻ്റെ അച്ഛനും അമ്മയും നിന്റെ അച്ഛനും അമ്മയും നിന്റെ മറുപടി ചവിട്ടുകൊണ്ട ചേട്ടനും വിദ്യയും എല്ലാവരും വിളിക്കാം. എന്നിട്ട് വേറൊരു ദിവസം നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കാം. അതായത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറും ഒരു ബൂസ് പാർട്ടി. ആലോചിക്കാവുന്നതാണ്. ആലോചിക്കാവുന്നില്ല, ഫിക്സ്. അപ്പൊ ശരി കളിയാ. ഡേറ്റ് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ഓക്കെ. എന്തായി? എല്ലാരും ആയാ? ആസിഫ് മാത്രമേ എടുത്തുള്ളൂ. ഡേറ്റ് പിന്നെ വാട്സപ്പ് കൊടുക്കാന്ന് പറഞ്ഞു. നീ വീട്ടിൽ വിളിച്ചാ? അച്ഛനൊക്കെയാണ്. അമ്മ കുറച്ചൊന്ന് വിലം പിടിച്ചു. അത് പക്ഷെ വിധി ചേച്ചി പറഞ്ഞ് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ പിന്നെ ഫോൺ എടുക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മ പക്ഷെ ഒരേ കരച്ചിൽ സെൻറ്റിയൊക്കെ ആയിരുന്നു. അവസാനം കാല് പിടിച്ചിട്ടാണെങ്കിലും സമ്മതിപ്പിച്ചിട്ടുണ്ട്.
ബീഫ് വാങ്ങണ്ടായിരുന്നു, അച്ഛന് ഇഷ്ടമല്ല. ചേട്ടാ എൻ്റെ അച്ഛനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, എനിക്കിഷ്ടമാണ്, ഞാൻ കഴിച്ചോളാം. ഏറ്റൊക്കെ തുറന്നു തള്ള ഒന്നും തോന്നുന്നു കേട്ടോ. Tell me, who the hell are you? അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ആരാ നീ? പറയടാ. അയ്യ നോയിക്കൊണ്ടിരിക്കാൻ വന്ന് രക്ഷിക്കായ. അയ്യോ മാഡം, these are my friends. Friends ഓ? പിന്നെ എന്തിനാ ഇവന്മാര് കള്ളന്മാരെ കയറി വന്നത്? ഇത് തന്നെയാണ് വീട്. അവൻ പറഞ്ഞു വെച്ചിട്ട് താങ്ങാനാണ് സാധ്യത. വീടൊക്കെ സെറ്റപ്പ് ആയിരുന്നു, പക്ഷെ ഒരു കോളിംഗ് ബെല്ലും കാണാനില്ലല്ലോ. അമരേ അമരേ, നീ എന്ത് വേറെ വല്ല പരിപാടിക്ക് വന്നോ? തുറന്ന് കയറണം അങ്ങോട്ട്, നമ്മൾ അളിയൻ്റെ വീടല്ലേ. കയറല്ലേ? ആ ഡോർ ലോക്കാണെന്ന് തോന്നുന്നു. ഇതെന്തോ ഒരു വീട് വാങ്ങിച്ചിട്ട് കോളിംഗ് ബെല്ല് വലിയ പറ്റി. So these are your friends, right? See, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളല്ലാതെ ഈ വീട്ടിൽ വേറെ ഒരുത്തനെയും കയറ്റാൻ പാടില്ലെന്ന്. I won't allow this on my property. ഇങ്ങനെയാണെങ്കിലേ നിങ്ങൾ വേറെ വീട് നോക്കേണ്ടി വരും. You idiotic fools! ഹൗസ് ഓണർ ആണല്ലേ, നല്ല ആരോഗ്യമുള്ള സ്ത്രീ. നീ ഇപ്പൊ വന്നില്ലായിരുന്നല്ലേ ഞങ്ങളിപ്പോ ചത്തേനെ. സത്യം. വേദിക, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? സുഖം, അങ്ങനെയൊക്കെ പോകുന്നു. എന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലേ? ഏയ് കൊള്ളാലോടെ, നല്ല സെറ്റ് വീടാണല്ലോ. ഇതെങ്ങനെ ഒപ്പിച്ച്? ഇതിന്റെ റെന്റൊക്കെ എങ്ങനെ? അല്ല നീയൊക്കെ എന്ത് ഇവിടെ? എന്തോന്ന് ചോദ്യം ഇവിടെ? നീ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്? എന്താ നിന്റെ അടുത്തേക്ക് ഇന്ന് വരാനാടാ ഞാൻ പറഞ്ഞത്? പിന്നെ എന്ന് വരാനാടാ? നോക്ക്, നിന്റെ ഭാര്യ അയച്ച മെസ്സേജ്. xvideos.com ദേശീയ ആൻറ്റി തിയങ് ബോയ്. ചെറുതായിട്ട് മാറി. ഇതാ അയ്യോ, നിനക്ക് എങ്ങനെ ഡേറ്റ് മാറിയത്? അതാണ് എനിക്കും ആലോചിച്ചിട്ട് പിടികിട്ടാത്തത്. ഇനിയിപ്പോൾ അച്ഛനും അമ്മയൊക്കെ വരും, ഇവന്മാരെ കണ്ട അയ്യോ അത് പ്രശ്നമോ? ഈ ഒരു കാര്യം ചെയ്യും, ഇവന്മാരോട് ഇന്ന് പോയിട്ട് നാളെ വരാൻ പറ. ഇത്ര നാളിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്, ഇറങ്ങി പോകാൻ പറയാം. എന്റെ പൊന്നളിയ, ആ തള്ളയിട്ട ലോക്കുണ്ടല്ലോ, എന്റെ കഴുത്തൊടിഞ്ഞെന്നാണ് തോന്നുന്നത്. അളിയാ, ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാ നിന്നെ ഒന്ന് വിളിച്ചിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന്. അത് ശരി, അപ്പൊ അങ്ങനെ സോറി അളിയ, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയി. ഫ്ലാറ്റ് മാത്രമല്ലടാ, ഡേറ്റ് മാറിപ്പോയി. മനസ്സിലായില്ല? അല്ലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നീ ഇരിക്കും, ഞാൻ പറയാം. ഞാൻ ഇരുന്നോളാം, നീ കാര്യം പറ. അതായത് ആക്ച്വലി ഞങ്ങൾ ഉദ്ദേശിച്ചത് നമുക്കെല്ലാവർക്കും കൂടെ ഒരു ദിവസം കൂടാം, അതുപോലെ ഞങ്ങളുടെ ഫാമിലിയായിട്ട് വേറൊരു ദിവസം കൂടാം. നിങ്ങൾക്കറിയാലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരൻ ഞങ്ങളുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ അവരെയൊക്കെ വിളിച്ച് ചെറുതായിട്ടൊക്കെ സംസാരിച്ച് സോൾവൊക്കെ ആക്കി ഇപ്പം അവരിങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശരി,
പ്രശ്നം പറ്റി എവിടെയെന്ന് വെച്ചാലേ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിളിച്ച ദിവസം ഒന്നായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്നല്ല അവരുണ്ട്, നാളെ വരും. അതിന് ഇനി വേറൊന്നുമില്ല, നിങ്ങളിപ്പോൾ പോയിരുന്ന ആളാണ്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞു. നീ എന്താ ആളെ വിളിച്ചെടുത്ത് കളിയാക്കണം? നിന്നെ ഇവിടെ കെട്ടിക്കാൻ വേണ്ടി ഇക്കണ്ട പാടത്തിനും വിട്ടും ഇവിടെ വീട്ടുകാരെ അടിയും കൊണ്ട് നിന്നെയൊക്കെ കല്യാണം കഴിച്ച് ട്രെയിനിൽ കയറി വിട്ടതിന് ശേഷം പിന്നെ ഇന്നാണ് ഒന്ന് കാണുന്നത്. എന്നിട്ടവൻ സുഖമാണോന്നൊന്ന് ചോദിക്കാതെ അവനെ പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങി പോവേ. എടാ, ഒരു വിധത്തിലാണ് ഞാൻ ഈ രണ്ട് വീട്ടുകാരെ ഒരുമിച്ച് കൊണ്ടുവന്നത്. അന്നത്തെ രാത്രി നീയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ഇവിടെ അച്ഛനും ചേട്ടനൊക്കെ മറക്കുമെന്നാണ്. ഡേ, നീ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ നീ കാണിച്ചത് മോശമായി പോയടാ. യവന്മാർക്ക് എന്തൊരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവും. എനിക്കൊന്നും അറിയണ്ട. അവര് വന്ന് നിങ്ങളെ കണ്ട പ്രശ്നം അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, അവര് വന്നിട്ട് 2-3 മണിക്കൂറിൽ അങ്ങ് പോകും. അതുവരെ നിങ്ങൾ മുകളിലത്തെ റൂമിൽ ഇരിക്കും. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി നാളെ ഡേയും നമുക്ക് ഫുൾ ചില്ല് ചെയ്യാമല്ലോ. നിനക്ക് നാണല്ലേ ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ? ഞാൻ പോടുപ്പാ. അതൊരു നല്ല ഐഡിയ അല്ലേ? ഏതായാലും നമ്മൾ വന്നു. No. I don't want any explanation. I will report this. I will report this at any cost. അതെ, ഈ അമറിന്റെ വീട് എവിടെ ആൻറ്റി? Andy? Who the hell is your Andy? And by the way, who are you? ഒന്ന് പറടാ. ഹലോ അമറേ, വേദിക. എടാ ആസിഫേ, നീക്ക് എപ്പോ എത്തിയടാ? ഹർഷ, അല്ല, നിങ്ങളൊക്കെ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നു? എടാ ചേർത്തെ, നീ പോവാണോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഗേറ്റ് തുറന്ന് അകത്ത് കയറിയത് നിന്റെ സൗണ്ട് കേട്ട്. ഹർഷവാ, ഒന്ന് മാറൂ. Mr. Amar, I told you several times, ഈ വീട്ടിൽ വേറെ ആരെയും കൊണ്ടുവരുന്നത്. ഞാൻ ഇന്ന് തന്നെ വീട് നോക്കാൻ വേറെ ആളെ കൊണ്ടുവരും. ഹർഷ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയ്യോ, ബാഗ് ഇങ്ങ് റിലാക്സ് ചെയ്തിരി. എന്നാലും എന്ത് മാറ്റമാടി നിനക്ക്? ഫസ്റ്റ് കണ്ടിട്ട് മനസ്സിലായില്ല. പണ്ട് നിങ്ങളൊക്കെ എന്നെ എണ്ണപ്പാടോന്നല്ലേ വിളിച്ചോണ്ട്, അതൊക്കെ മാറി. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്നാലും ആ ശാലീന സൗന്ദര്യം ഇപ്പോഴും ഉണ്ട് കേട്ടോ. താങ്ക്സ്. നിങ്ങളൊക്കെ എന്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നത്തെ പരിപാടി പറ. എടാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പറ്റി? ഓക്കെ, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടുകാരെ കാണല്ലേ നമ്മളായിട്ട് കുളവാക്കാൻ. നമുക്ക് പോയിട്ട് നാളെ വരാം. അതിന്റെ ആവശ്യമുണ്ടോ ഹർഷ? നമുക്കിവിടെ അകത്തിരുന്നാ പോരെ? ഹലോ, ആ അമ്മ. ആ അത് തന്നെ, അമ്പലം കഴിഞ്ഞ് റൈറ്റ് സൈഡ് വരുമ്പോ ഫസ്റ്റ് വീട്. ആ ശരി. അച്ഛനും അമ്മയൊക്കെ എത്തിന്ന്. നിങ്ങളിപ്പോൾ ഇറങ്ങി എന്തായാലും ശരിയാവില്ല. ഒരു കാര്യം, ഇവിടെ പറഞ്ഞോലെ നിങ്ങൾ 2-3 മണിക്കൂർ മുകളിലത്തെ മുറി വന്നിരിക്കും പ്ലീസ്. 2 അല്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കൂലേ? പിടി. മോനെ, സുഖമല്ല മോനെ? വേദു ഇവിടെ? അകത്തുണ്ട്. അമ്മ ആ സുഖം. അച്ഛാ, വേദു അവരൊക്കെ വന്നെന്നാണ് തോന്നണം കേട്ടോ. പുല്ല് സാധനം തീർന്നു. ഇവന്റെ റൂമല്ലേ, ഒന്നും കാണാതിരിക്കൂല. അളിയ, ഓ സെറ്റ്. അവൻ നമ്മളടുത്ത് സ്നേഹമുണ്ട് കേട്ടാ. പക്ഷെ ഗ്ലാസ് ഒന്നേ ഉള്ളൂ കേട്ടോ. ഇയാള് കൊള്ളാല്ലേ, ഇവര് സഞ്ചരിക്കുന്ന ബാറാണല്ലേ. എടാ, എനിക്ക് നീറ്റാണേ. ഓ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പൊ പതുക്കെ cheers.
ഇതുവരെയും ഞങ്ങളുടെ ദേഷ്യം മാറില്ലെന്ന് തോന്നുന്നു. ദേഷ്യം മാറിയിട്ടൊന്നുമില്ല. ഇനി ഇതൊക്കെ ഞങ്ങൾ മുതിർന്നവരാണല്ലോ ക്ഷമിക്കേണ്ടത്. ഹലോ പറയടി. അന്നൊക്കെ മോനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ശംഭുവിന്. മോനെന്തിനിങ്ങനെ പേടിക്കണേ? കുറെ അതൊക്കെ എപ്പോഴേ മറന്നു. അതുകൊണ്ടല്ലേ അവൻ ഞങ്ങളുടെ കൂടെ നിങ്ങളെ കാണാൻ വന്നത്. അയ്യോ